നമസ്കാരം. അഭിമുഖത്തിൻ്റെ ഈ ലക്കത്തിൽ ശ്രീ എം.എ. നിഷാദ്, സംവിധായകൻ, നടൻ. മലയാള സിനിമാ മേഖലയിലെയും രാഷ്ട്രീയ സാമൂഹ്യ വിഷയങ്ങളിലെയും അദ്ദേഹത്തിൻ്റെ നിലപാടുകളെക്കുറിച്ച് ചോദിച്ചറിയാം. വളരെ സ്നേഹത്തോടെ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യും. നമസ്കാരം. ആദ്യം സംസാരിക്കേണ്ടത് നിങ്ങളുടെ താരസംഘടനയെക്കുറിച്ചാണ്. താരസംഘടനയിൽ ആകപ്പാടെ പ്രശ്നങ്ങളാണ് എന്ന രീതിയിലുള്ള കാര്യങ്ങൾ പുറത്തു വരുന്നു. പൊട്ടിത്തെറി ഉണ്ടാകുന്നു, ഭരണസമിതി ഒന്നാകെ പോകുന്നു. എവിടെയാണ് ഈ അമ്മയുടെ മക്കൾക്ക് പിഴവ് പറ്റിയത്? ഇതിപ്പോൾ ഞാനതിലൊരു മെമ്പറല്ല. ഞാൻ FEFCAയിലും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലൊക്കെയാണ് ഞാനുള്ളത്. പക്ഷേ അമ്മയിൽ അതൊരു ചാരിറ്റബിൾ ഓർഗനൈസേഷനാണ്. 500 പേര് ഉള്ള ഒരു ചാരിറ്റബിൾ ഓർഗനൈസേഷൻ. തൊഴിലാളി സംഘടനയല്ല, അങ്ങനെ പറ്റില്ലല്ലോ. കലാകാരന്മാരുടെ സംഘടനയാണ്. ഒരുപാട് മഹാരഥന്മാർ അലങ്കരിച്ച പ്രസിഡൻറ്റ്, ജനറൽ സെക്രട്ടറി പദം, അല്ലെങ്കിൽ അവർ നയിച്ച ഒരു പ്രസ്ഥാനമാണ്. മൗസാർ ഉൾപ്പെടെ, സോമേട്ടൻ ഉൾപ്പെടെ, ഇന്നസെൻ്റ് ഏട്ടൻ, മമ്മൂക്ക, ലാലേട്ടൻ, അവരങ്ങനെ ഒരു വലിയൊരു അറേ ഓഫ് ലീഡേഴ്സ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം നാളിതുവരെ കാണാത്ത പ്രവണതകളാണ് ഈ അസോസിയേഷനിൽ ഇപ്പോൾ കഴിഞ്ഞ 10 മാസമായിട്ട് ചെയ്തത്. അതിന് വേറെ ആരെയും കുറ്റം പറയേണ്ട കാര്യമില്ല. അതിൻ്റെ ഭരണസമിതിയുടെ പ്രശ്നം തന്നെയാണ്. അതിൽ 17 പേരിൽ ഈ സന്തോഷ് കീഴാറ്റൂരും ആശാരബിന്ദും ഒഴിച്ച് ബാക്കി എല്ലാവർക്കും പേഴ്സണൽ അജണ്ടയുണ്ട്. ആ പേഴ്സണൽ അജണ്ടയാണ് ഇതിൻ്റെ വിഷയം. ഇത് പറയാൻ എനിക്ക് യാതൊരു മടിയുമില്ല. പ്രത്യേകിച്ച് ഒരു സംഘടനയെ നയിക്കേണ്ട വ്യക്തികൾ, അത് ജനറൽ സെക്രട്ടറി ആണെങ്കിലും പ്രസിഡൻ്റ് ആണെങ്കിലും, അവരൊരു നീതിബോധത്തോടു കൂടി അതിനകത്ത് പെരുമാറിയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. അൻസിബയുടെ വിഷയം തന്നെ വന്നു കഴിഞ്ഞാൽ, അൻസിബ ഹസൻ ഒരു നിലപാട് പറയുകയാണ്. തീർച്ചയായിട്ടും ആ നിലപാട് പറയുന്ന ഒരാളെ വളഞ്ഞിട്ട് ആക്രമിക്കുകയും അതിനെ വർഗീയപരമായി അവരെ മാറ്റി നിർത്തുകയും ഒക്കെ ചെയ്യുന്ന, അല്ലെങ്കിൽ അതുപോലെ അവരെ അപഹാസ്യമാക്കുന്ന രീതിയിലുള്ള പ്രവണതകളൊക്കെയാണ് അതിനകത്തുള്ളൊരു വിടുവായത്രം മാത്രം പറയുന്ന ടിനി ടോം ഉൾപ്പെടെയുള്ളവർ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അമ്മയുടെ ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പർ, അല്ലെങ്കിൽ അതിനകത്ത് എനിക്ക് ജോയിൻറ്റ് സെക്രട്ടറി ആണെന്ന് തോന്നുന്നു, അൻസിബ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട ആ കുട്ടിയുടെ പരാതി പറയുന്നു. ആ പരാതി പറയുമ്പോൾ ഇറ്റ് ഹാസ് നത്തിങ് ടു ഡു വിത്ത് അമ്മ എന്ന് പറയുന്നു. അമ്മയിൽ നിന്ന് അവർക്ക് നീതി കിട്ടുന്നില്ല. അവരത് പുറത്ത് പറയേണ്ടി വരുന്നു. മാധ്യമങ്ങളോടെങ്കിലും അവർക്ക് പറയണമല്ലോ. അപ്പോൾ അവർക്കെതിരെ കേസ് കൊടുക്കുന്നു. ഇത് പറയുന്നതിന് മുമ്പ്, മാധ്യമങ്ങൾ പറയുന്നതിന് മുമ്പ് മറ്റൊരു താരത്തിനെ കൊണ്ട് കേസ് കൊടുപ്പിക്കുന്നു, അല്ലെങ്കിൽ ആ താരം സ്വമേധയാ കേസ് കൊടുക്കുന്നു, പോലീസ് സ്റ്റേഷനിലേക്ക് വലിച്ചേൽപ്പിക്കുന്നു. പിന്നീട് 2 എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പർമാരായ 2 സ്ത്രീകൾ തമ്മിൽ സഭ്യമല്ലാത്ത ഭാഷയിൽ തെറിവിളിയും ബഹളവും. ഇതൊന്നും അമ്മയുടെ ചരിത്രത്തിലോ സിനിമാ രംഗത്തെ സിനിമാ സംഘടനകൾ എങ്ങും തന്നെ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ മാക്റ്റ പിളർന്നപ്പോൾ പോലും പേഴ്സണൽ അറ്റാക്കുകൾ വളരെ കുറവും നിലപാടുകൾ ഊന്നിയാണ് ആളുകൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ അമ്മയുടെ ഈ കഴിഞ്ഞ 10 മാസത്തെ അവരുടെ പ്രവർത്തനത്തിൽ ജനറൽ ബോഡി വന്നപ്പോൾ, ഈ ജനറൽ ബോഡി ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അൻസിബയുടെ കേസ് വന്നപ്പോൾ അൻസിബയെ ആക്ഷേപിച്ചുകൊണ്ട് ടിനി ടോം പറയുന്നത് ജനറൽ ബോഡി തീരുമാനിക്കട്ടെ എന്നാണ്. അതൊരു ധാർഷ്ട്യമാണ്. ജനറൽ ബോഡി ഇവർ പറയുന്നതിനപ്പുറം നിൽക്കില്ല എന്നുള്ളൊരു തീരുമാനമായിരുന്നു തോന്നുന്നു. പക്ഷേ ജനറൽ ബോഡിയിൽ വന്നിട്ട് ഓഫറുകളൊക്കെ കൊടുക്കുകയാണ്. ബാങ്കോക്കിൽ അടുത്ത മീറ്റിംഗ്, മറ്റേ കൂട്ടും മറിച്ച കൂട്ടും എന്നൊക്കെ പറഞ്ഞൊക്കെ ഗിരിഞ്ഞും. അവിടുത്തെ അംഗങ്ങളോട് എനിക്ക് ബഹുമാനം തോന്നുന്നത്, ഒട്ടുമിക്കൽപ്പെട്ട അംഗങ്ങൾ, പ്രമുഖർ വളരെ കുറച്ച് പേരുള്ള ലാലേട്ടൻ മാത്രമേ ഉണ്ടായിരുന്നു തോന്നുന്നു. പക്ഷേ സാധാരണക്കാരായ സഹപ്രവർത്തകർ, സിനിമയിൽ അഭിനയിക്കുന്ന നടീനടന്മാർ, അത് പ്രായഭേദമന്യേ അവർ എഴുന്നേറ്റ് നിന്ന് ചോദ്യങ്ങൾ ചോദിച്ചു. അതൊരു ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യമാണെന്ന് ഞാൻ, ഏതൊരു സംഘടനയാണെങ്കിലും ഇത് അംഗീകരിക്കാം. പക്ഷേ പ്രധാനപ്പെട്ട വിഷയം നോക്കൂ, അമ്മ ഒരു വളരെ സങ്കീർണമായ സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് ശ്വേതാ മേനോൻ്റെ നേതൃത്വത്തിൽ ഭരണസമിതി വരുന്നത്. അവിടെ അതിനു മുമ്പ് നമുക്കറിയാം നടൻ ദിലീപുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ടായിരുന്നു, തൊഴിലിടങ്ങളിലെ ചൂഷണത്തെക്കുറിച്ചുള്ള പരാതികളുണ്ടായിരുന്നു. അതിനൊക്കെ അപ്പുറത്തേക്കാണ് ഒരു മാറ്റം എന്ന നിലയിലാണ് വരുന്നത്. ആ ഭരണസമിതിക്ക് പിഴവുണ്ടാകുന്നു, അതിനെ അങ്ങനെ വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നു എന്നാണ് ശ്വേതാ മേനോൻ കഴിഞ്ഞ ദിവസം കൂടി പറഞ്ഞത്. ഞാൻ സത്യം പറഞ്ഞ ഇതിനൊക്കെ എന്ത് മറുപടി പറയാനാണ്? ശ്വേതാ മേനോൻ അങ്ങനെ പറഞ്ഞോ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ. അമ്മയിൽ നിന്ന് പിണങ്ങിപ്പോയിട്ടുള്ള കുറേ വനിതാ താരങ്ങളുണ്ട്. അവർ പിന്നെ WCC അവരെയൊക്കെ തിരിച്ചു കൊണ്ടുവരുന്നല്ലേ ശ്വേതാ മേനോൻ ആദ്യം പറഞ്ഞത്. നമ്മുടെ ചോദ്യം ഒരൊറ്റ ചോദ്യമുള്ളൂ, ഡയറക്റ്റ് ക്വസ്റ്റ്യനാണ്. അമ്മയിൽ തന്നെയുള്ള ഒരു പെൺമകൾ, ഒരു മകൾ, അവളുടെ വിഷയം അഡ്രസ്സ് ചെയ്യാൻ പോലും അവർക്ക് പറ്റിയില്ല എങ്കിൽ പിന്നെ ബാക്കിയുള്ളവരെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അവരുടെ പാനലിസ്റ്റ്, അല്ലെങ്കിൽ മെമ്പർ ആയിട്ടുള്ള എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പർ, അല്ലെങ്കിൽ ജോയിൻറ്റ് സെക്രട്ടറി ആയിട്ടുള്ള ഒരു പെൺകുട്ടിയുടെ വിഷയത്തെ പോലും വേണ്ട രീതിയിൽ അഡ്രസ്സ് ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ അത് ആരുടെ കുഴപ്പമാണ്? പുറത്ത് നിൽക്കുന്നവരുടെ കുഴപ്പമാണോ? ഒരിക്കലും അല്ലല്ലോ. അപ്പം അതിനെ അഡ്രസ്സ് ചെയ്യാൻ ഞാൻ ശ്വേതാ മേനോനെ കുറ്റപ്പെടുത്തുകയല്ല. പ്രസിഡൻറ്റ് മാത്രമല്ല, ജനറൽ സെക്രട്ടറിക്ക് എന്താ കുറ്റകരമായ മൗനമല്ലേ? ഇനി ട്രഷറിൻ്റെ അടുത്ത് 3 മാസം അവധിക്ക് പോകാൻ പറഞ്ഞു. കണക്ക് ചോദിച്ചു ജനറൽ ബോഡിയിലെ അംഗങ്ങൾ.
കണക്ക് കറക്റ്റായിട്ട് സബ്മിറ്റ് ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ പിന്നെ ആ ഭരണസമിതിക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ നിങ്ങൾ ഈ പറയുന്നത് പോലെ അല്ല. അവിടെ ഈ പേഴ്സണൽ അറ്റാക്കിനേക്കാളും കൂടുതൽ കാര്യങ്ങൾ നിലപാടുകളിലേക്കുള്ള വിഷയങ്ങൾ അവിടെ ഞാനതാ പറഞ്ഞു, ജനാധിപത്യം പുലർന്നു എന്ന് ഞാൻ സന്തോഷിക്കുക എന്ന് പറഞ്ഞ് ആളുകൾ ചോദിക്കാൻ തുടങ്ങി. കാര്യം സ്വാഭാവികമായിട്ടും ഒരു അംഗം ഒരു അഭിപ്രായം പറയുമ്പം ആ അംഗത്തിനെ പാർശ്വവൽക്കരിക്കാനോ അല്ലെങ്കിൽ മാറ്റി നിർത്താനോ ശ്രമിക്കുന്നതും അതിനുശേഷം ആ ഒരു വിഷയം വരുമ്പോഴത്തേക്കിന് ആ വിഷയത്തെ കറക്റ്റായിട്ട് അഡ്രസ്സ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ഭരണസമിതിക്ക് മുന്നോട്ട് പോകാൻ എന്താണ് ധാർമ്മികത എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഏറെക്കാലമായി പറഞ്ഞു കേൾക്കുന്നതാണ് മലയാള സിനിമ ഒരു കോക്കസിൻ്റെ പിടിയിലാണ്. ആ കോക്കസിൻ്റെ കട്ടൻ പ്രവർത്തനങ്ങളുടെ തുടർച്ചയാണ് ഇപ്പോഴുള്ള ഈ അട്ടിമറി എന്നാണ് പറയുന്നത്. എന്താ അഭിജിത്തെ, അങ്ങനെ ഒരു സംഭവമേ ഇല്ല. അതെങ്ങനെ നോക്കൂ, താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീണു. ഇതാരുണ്ടാക്കിയതാണ്? കോക്കസ് ഉണ്ടാക്കിയതാണോ? ഏതെങ്കിലും ഒരു കോക്കസ് ഉണ്ടാക്കിയതാണോ? നോക്കൂ, ഒരു സംഘടനയിലെ കണക്ക് വരവ് ചെലവ് കാണിക്കുക എന്നുള്ളൊരു മര്യാദ ജനറൽ ബോഡിയിലുണ്ടോ? ഉണ്ട്. അതിന് നമുക്ക് ഓഡിറ്ററുണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പം ഇതിനൊക്കെ സുതാര്യത വേണമെന്ന് ആളുകൾ പറയുന്നതിൽ തെറ്റുണ്ടോ? അതിനിപ്പോൾ കോക്കസ് ഞാൻ ഒട്ടും ബയാസ് അല്ലാതെ ഞാൻ പറയുകയാണ്, ഇതിനൊരു കോക്കസും ഇല്ല. ഈ രണ്ട് എക്സിക്യൂട്ടീവ് പാനലുള്ളവർ തമ്മിലുള്ള അടി സ്ത്രീകളാണ്. അവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ പുറത്തു വന്നത് ആരെങ്കിലും കോക്കസ് ഉണ്ടാക്കിയിട്ടാണോ? പച്ചത്തെറിയല്ലേ വിളിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പോയി പരാതി കൊടുക്കുന്നത്, മറുപരാതി കൊടുക്കുന്നത്, ഒരാൾ അന്യായം ഫയൽ ചെയ്ത്, ഇതൊക്കെ ഏതെങ്കിലും കോക്കസിൻ്റെ ഇതാണോ? അവിടെ തന്നെ ഉണ്ടായ വിഷയങ്ങളല്ലേ, ആ വിഷയങ്ങളെപ്പറ്റിയല്ലേ ചർച്ച വേണ്ടത്. പിന്നെ ഒരു അമ്പലത്തിൻ്റെ ഡൊണേഷൻ്റെയോ സ്പോൺസർഷിപ്പിൻ്റെ വന്നപ്പോൾ ഒരു മതസ്ഥാപനത്തിൻ്റെയും വേണ്ടാന്നൊരു നിലപാട് ആ കുട്ടി എടുത്തെന്നും പറഞ്ഞ് ആ കുട്ടിയുടെ പേര് വെച്ച് അതിനെ ജിഹാദിയാക്കേണ്ട കാര്യമുണ്ടോ? ഇനി അൻസിബയ്ക്ക് പകരം അവിടെ ഒരു സരയുവാണ് പറഞ്ഞതെങ്കിൽ ആ പദം വരുമോ? ഇതൊക്കെ ചോദ്യങ്ങളല്ലേ. 22 മിനിറ്റ് നീണ്ടുന്ന പ്രസംഗത്തിൽ, എനിക്ക് അതിനകത്തുള്ള മെമ്പർമാരൊക്കെ എനിക്ക് സുഹൃത്തുക്കളുണ്ട്, 22 മിനിറ്റ് നീണ്ടുമുള്ള അൻസിബയുടെ പ്രസംഗത്തിന് ഒരു മറുപടി പോലും പറയാൻ പറ്റാതെ, ഒന്ന് ഡിഫെൻഡ് പോലും ചെയ്യാൻ പറ്റാതിരിക്കുകയായിരുന്നു ബാക്കിയുള്ളവരെല്ലാം. ഒറ്റയടിക്ക് അവർ രാജിവെച്ച് പോവുകയാണ് ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് വേറെ അഴിമതി നടന്നിട്ടുണ്ടോ, സാമ്പത്തിക അച്ചടക്കമില്ലായ്മ ഉണ്ടായിട്ടുണ്ടോ, ഇത്തരം കാര്യങ്ങളിലൊക്കെ പുറത്തു വരുന്നത് ആരെങ്കിലും ബാഹ്യ ഇടപെടൽ കൊണ്ടാണെന്ന് അഭിജിത്തിന് തോന്നുന്നുണ്ടോ? ഞാൻ വളരെ ക്ലിയർ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ. ഏറെക്കാലമായിട്ട് മലയാള സിനിമയെ ബാധിക്കുന്ന ചില പ്രശ്നങ്ങളുണ്ട്. ആ സിനിമയ്ക്ക് പുറത്തുനിന്നുള്ള സാമ്പത്തിക ശക്തികളുടെ ഇടപെടൽ ഉണ്ടാകുന്നുണ്ട്, ഷെയ്ഡി ക്യാരക്ടേഴ്സിൻ്റെ പണം വാങ്ങുന്നുണ്ട്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ നിന്നുകൊണ്ട് കാണിക്കുന്ന എല്ലാ ഇത്തരം ഈ തെറ്റായ പ്രവണതകളും സമൂഹം അംഗീകരിക്കുന്നുണ്ടോ? സിനിമ മൊത്തത്തിലല്ലേ ഇക്കാര്യത്തിൽ മോശമായി പോയത്? അതേന്നെ, സിനിമ മൊത്തത്തിലാണിത് മോശമായിരിപ്പോയത്. ഇത് കലാകാരൻ എന്ന് പറഞ്ഞാൽ പൊതുസ്വത്താണ്. പൊതുസമൂഹത്തിനോടൊരു കമ്മിറ്റ്മെൻറ്റ് വേണം. ഇപ്പം ഞാൻ താങ്കളുടെ ഇൻ്റർവ്യൂവിൽ വന്ന് ധൈര്യപൂർവ്വം കാര്യം പറയുന്നതെന്ന് എനിക്കൊരു കമ്മിറ്റ്മെൻറ്റ് തിരിച്ച് സമൂഹത്തിനോട് വേണ്ടേ? എൻ്റെ സിനിമ കാണാൻ തിയേറ്ററിൽ രജിസ്റ്റർ, ഞാൻ സൂപ്പർ ഹിറ്റ് സംവിധായകനൊന്നുമല്ല, പക്ഷേ എൻ്റെ സിനിമ കാണാൻ ഒരാൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ അയാളോട് എനിക്കൊരു കമ്മിറ്റ്മെൻ്റ് ഇല്ലേ? അയാളുടെ സമയം മാറ്റി വെച്ച് അയാളുടെ സമ്പാദ്യത്തിൽ നിന്ന് അയാൾ ഒരു 100 രൂപയുടെ ടിക്കറ്റ് എടുത്ത് എൻ്റെ സിനിമ കാണാൻ വരുമ്പോൾ, എന്നെയോ എൻ്റെ സിനിമയോ അംഗീകരിച്ചു കൊണ്ട് അത് കാണാൻ ഒരാൾ വരുമ്പോൾ ആ വ്യക്തിയോട് എനിക്ക് ഒരു കമ്മിറ്റ്മെൻറ്റ് വേണ്ടേ? താങ്കൾ ചോദിക്കും. അത് സ്വാഭാവികമായിട്ട് ഏത് കലാകാരനും വേണം. അത് സിനിമയായാലും ശരി, നാടകമായാലും ശരി. കാര്യം പൊതു സ്വത്താണ്. ഈ സെലിബ്രിറ്റി സ്റ്റാറ്റസ് എന്ന സോക്കോൾഡ് സെലിബ്രിറ്റി സ്റ്റാറ്റസ് എന്നൊക്കെ പറഞ്ഞ മാധ്യമങ്ങൾ കൊടുത്ത വിവരണമാണ്. അവർക്ക് കൊടുത്തിരിക്കുന്ന ഒരു വലിയൊരു വിവരണമാണ്. ആ വിവരണം വെക്കുമ്പോൾ അതെന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിന് കൂടുതൽ വിരയാനീയമായി കാര്യങ്ങൾ നീക്കുകയല്ലേ ചെയ്യേണ്ടത്. സമൂഹത്തോടൊരു കമ്മിറ്റ്മെൻറ്റ് വേണം. ആ കമ്മിറ്റ്മെൻറ്റ് ഇത് പബ്ലിക് ഓഡിറ്റിന് വിധേയമാണ്. പൊതുസമൂഹം ഓഡിറ്റ് ചെയ്യും. അത് സർക്കാർ ഉദ്യോഗസ്ഥരെ ആണെങ്കിലും ശരി, അതുപോലെ തന്നെ ഈ സിനിമാക്കാരെ ആണെങ്കിലും ഈ സെലിബ്രിറ്റീസ് ആണെങ്കിലും പൊതുസമൂഹം ഓഡിറ്റ് ചെയ്തിരിക്കും, യാതൊരു സംശയവുമില്ല. അപ്പോൾ താങ്കളുടെ ചോദ്യത്തിലേക്ക് വന്നാൽ തീർച്ചയായിട്ടും സിനിമയെ മൊത്തത്തിൽ അത് ബാധിച്ചിട്ടുണ്ട്. സിനിമയിൽ ഇങ്ങനത്തെ മോശമായ പ്രവണതകളാണോ നടക്കുന്നതെന്ന് മറ്റുള്ളവർ ചിന്തിച്ചാൽ, സർക്കാർ ഇപ്പോൾ സിനിമയെ വ്യവസായമായി പ്രഖ്യാപിച്ചിരിക്കുക. ധീരമായ കാഴ്ചപ്പാട്, വൈതരണികളുണ്ടാവാം, എങ്കിലും ധീരമായ ഒരു കാൽവെപ്പാണ് നടന്നത്. കാര്യം കുറേ വർഷങ്ങളായിട്ട് അട്ടപ്പുറത്തിരുന്നൊരു സാധനമാണ് പൊടിതട്ടിയെടുത്ത് സതീശൻ സർക്കാർ, വി ഡി സതീശൻ്റെ നേതൃത്വത്തിലുള്ള ശ്രീ വിഷ്ണുവാൻ്റെ നേതൃത്വത്തിലുള്ളൊരു സർക്കാർ അതൊരു സിനിമയെ വ്യവസായമായി അംഗീകരിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്. അപ്പോൾ സിനിമയെ സംബന്ധിച്ചിടത്തോളം സിനിമയെ സ്നേഹിക്കുന്ന, സിനിമയെ പ്രണയിക്കുന്ന, സിനിമയിൽ നിൽക്കുന്ന ഞങ്ങളെപ്പോലുള്ള ആളുകൾക്ക് അതൊരു വളരെ പ്രോഗ്രസീവായിട്ടുള്ളൊരു സ്റ്റെപ്പാണ്. അത്തരം നല്ല കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് അതിനകത്ത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഘടനയിൽ നിന്ന് ഇത്തരം ചീഞ്ഞു നാറുന്ന പ്രവർത്തികൾ പുറത്തു വരുന്നത്. അപ്പോൾ അതുകൊണ്ട് രാജിവെക്കുന്നവർ രാജിവെച്ച് പോകട്ടെ. അഡ്വോ കമ്മിറ്റി നിലവിൽ വന്നിട്ടുണ്ട്. പുതുതായിട്ടൊരു ഭരണസമിതി വരും. ചെറുപ്പക്കാരുള്ള, ദിശാബോധമുള്ള,
നല്ല ആളുകൾ ആ സംഘടനയിലുണ്ട്, അവർ വരട്ടെ. ഇപ്പോൾ ജഗദീഷിനൊക്കെ തീർച്ചയായിട്ടും നേതൃത്വത്തിൽ വരാം. ഞാൻ ജഗദീഷിനെയൊക്കെ ട്രോൾ ചെയ്തിട്ടുണ്ട്. കാര്യം ഈ വനിതകൾ വരണം, അവർക്കൊരു അപ്പർ ഹാൻഡ് വേണം. ശ്വേതയെയും കുക്കുവിനെയും ഒക്കെ ഞാൻ ഇപ്പോൾ സപ്പോർട്ട് ചെയ്ത ആളാണ്, അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. അവരൊക്കെ വരട്ടെ എന്നുള്ളത്. അപ്പോൾ അതിന് ഞാൻ ജഗദീഷിനെ പോലും മാറ്റി നിർത്തപ്പെടേണ്ടതാണ് എന്ന് പറഞ്ഞ ഒരാളാണ് ഞാൻ. പക്ഷേ ഇന്ന് ഞാനതിൽ ദുഃഖിക്കുന്നു. നേരത്തെ താങ്കൾ പറഞ്ഞതുപോലെ പ്രതിഭാധനരായ മലയാളത്തിൻ്റെ സ്വകാര്യ അഭിമാനമായ പല ആൾക്കാരും നയിച്ചൊരു സംഘടനയാണ്. അവർക്കൊന്നും പോയി ഇതിൻ്റെ പ്രവർത്തനങ്ങളോട് വലിയ താല്പര്യമില്ലേ? ഒരു നെയിംസേക്കിന് വന്നു പോകുന്നവരാണ്. അതായത് അഭിജിത്തെ, ശ്രീ മമ്മൂട്ടിയും ശ്രീ മോഹൻലാലിനെയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് തന്നെയാണ് ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലായി. കാരണം അവരെ സംബന്ധിച്ചുള്ള ഇതിൻ്റെ ആവശ്യമില്ല. പക്ഷെ അവരെന്തുകൊണ്ട് പോകുന്നു? ഈ മലയാള സിനിമയിൽ അല്ലെങ്കിൽ ഈ സംഘടനയെ താങ്ങി നിർത്തുന്ന രണ്ട് തൂണുകളാണവർ. അവർ പോകുന്ന ആർക്ക് വേണ്ടിയാണെന്നറിയോ? ഒരു 135ഓളം അവശകല അല്ലെങ്കിൽ 135ഓളം പേർക്ക് മരുന്ന് കൊടുക്കുന്നുണ്ട്. അത്രയും പോലെ തന്നെ ആളുകൾക്ക് കൈനീട്ടം കൊടുക്കുന്നുണ്ട്. ഈ രണ്ട് വ്യക്തികളെ കണ്ടുകൊണ്ട് തന്നെയാണ് സ്പോൺസേഴ്സ് വരുന്നത്, ഈ പറയുന്ന അമ്മയ്ക്ക് ഇത്രയും വലിയൊരു ഇമ്പോർട്ടൻസ് കിട്ടുന്നത്. തീർച്ചയായിട്ടും അവർ ചെയ്യുന്ന ഏറ്റവും മഹത്തരമായ കാര്യം. അവർക്ക് ഇതിൻ്റെ ആവശ്യമുണ്ടോ? അവർക്ക് ഇതിൻ്റെ ആവശ്യമില്ല. പക്ഷേ തൻ്റെ സഹപ്രവർത്തകർക്ക് വേണ്ടി അവരുടെ സഹപ്രവർത്തകർക്ക് വേണ്ടി അവർ ആത്മാർത്ഥമായി നിന്നിട്ടില്ലേ? അവർക്കൊരു താല്പര്യമില്ലായ്മ, അങ്ങനെ താല്പര്യമില്ലായ്മയൊന്നുമല്ല. ഞാനൊരു കാര്യം പറയട്ടെ, അവർ കൂടുതൽ ഇതെടുത്ത് കഴിഞ്ഞാൽ നിങ്ങളൊക്കെ പറയും അവരാണ് പിൻ സീറ്റ് ഡ്രൈവിംഗ് എന്ന് പറയും. അത് പറയണോ? അത് അതിൻ്റെ ആവശ്യമില്ലല്ലോ. അവർ ഭരിക്കാനുള്ള അവസരം കൊടുത്തു. ഇന്നലെ തന്നെ ശ്രീ മോഹൻലാൽ എടുത്ത ഒരു തീരുമാനം ഗംഭീരമല്ലായിരുന്നു. എല്ലാവരും പോയിട്ട് ലാലേട്ടത്തെ ഒരു അഭിപ്രായമില്ല. AGM എന്ത് തീരുമാനിക്കുന്നു, ആനുവൽ ജനറൽ ബോഡി മീറ്റിങ്ങിൽ എന്ത് തീരുമാനം എടുക്കുന്നു, ഭൂരിപക്ഷം എന്ത് തീരുമാനിക്കുന്നു, ആ തീരുമാനത്തോടെ പോകാൻ ഞാൻ അദ്ദേഹം ആരോടത്തും അവസരം കൊടുക്കണമെന്നോ അല്ലെങ്കിൽ ഇത് പാടില്ലെന്നോ അല്ലെ ഭരണസമിതി എല്ലാവർക്കും ബോധ്യപ്പെട്ട കാര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒന്നടങ്കം ചോദിച്ച ചോദ്യങ്ങൾക്ക് അൻസിബയുടെ 22 മിനിറ്റ് നേരത്തെ അവരുടെ ചോദ്യങ്ങൾക്ക്, അവരുടെ പ്രസംഗത്തിൽ അല്ലെങ്കിൽ അവരുടെ അഭിപ്രായങ്ങൾക്ക് ചോദ്യമോ മറുപടിയോ ഇല്ലാതെ ഇറങ്ങിപ്പോകേണ്ടി വന്നില്ലേ? ഈ താരസംഘടന എന്നത് മാറ്റി നിർത്തിയാൽ പോലും ഒരു സംഘടനയുടെ ചരിത്രത്തിൽ പരിശോധിച്ചാൽ പല സംഘടനകളിലും ഉൾപാർട്ടി വിഷയങ്ങൾ ഉണ്ടാകുന്നുണ്ട്, ചർച്ചകൾ ഉണ്ടാകുന്നുണ്ട്. ഒരു ഫയലുമായി വന്നൊരു പെൺകുട്ടി സംസാരിച്ചതിന് ശേഷം ഒരു ഭരണസമിതിക്ക് മുഴുവൻ ഒരുമിച്ച് പുറത്തേക്ക് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നു. എത്രത്തോളം ദുര്യോഗമാണത്? എന്തുകൊണ്ടാണ്? കാര്യം അവരുടെ ഭാഗത്ത് തെറ്റുള്ളതുകൊണ്ടല്ലേ? അല്ലെങ്കിൽ ഞാനതാ പറഞ്ഞു, ഒരു മറുചോദ്യമോ ഒരു മറുപടിയോ ഉണ്ടായിരുന്നു ഇല്ല. അപ്പം ആ കുട്ടി പറയുന്നതിൽ ക്ലിയർ കട്ടല്ലേ കാര്യങ്ങൾ. ഇപ്പോൾ ഞാനിപ്പോൾ പലപ്പോഴും അതിനകത്തൊരു അബ്സ്ട്രാക്റ്റാണ് ടിനി ടോം എന്ന് പറഞ്ഞ വ്യക്തി. ഞാൻ എന്തുകൊണ്ട് അയാളെ ടാർഗറ്റ് ചെയ്യുന്നു എന്നാണ് ആൾ പറയുന്നത്. ഞാൻ ടാർഗറ്റ് ചെയ്യുന്നതല്ല, അയാളൊരു സാമൂഹിക വിപത്താണ്. ഒരു ട്രീറ്റ്മെൻറ്റിന് ആവശ്യം ഉണ്ടായേക്കും. കാര്യം അല്ലെങ്കിൽ ഇതുപോലെ ഒരു ചീപ്പ് എക്സിബിഷനിസത്തിന് വേണ്ടി എന്തൊക്കെയാണ് വാദം. ശ്രീ പ്രേം നസീറിനെ പറ്റി ഞാനൊരു കാര്യം താങ്കളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇത് വളരെ വ്യക്തമായിട്ട് ഇത് എഡിറ്റ് ചെയ്യരുത് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ശ്രീ പ്രേം നസീർ എന്ന് പറഞ്ഞ അതുല്യ കലാകാരനെ, മലയാള സിനിമയെ സ്നേഹിച്ച, ഒരു 30 വർഷത്തോളം മലയാള സിനിമയെ താങ്ങി നിറച്ച, പ്രത്യേകിച്ച് കൊമേഴ്ഷ്യൽസിൽ നിന്ന് പ്രേം നസീർ എന്ന് പറഞ്ഞ ഏറ്റവും സൗമ്യതയുടെ മുഖമായ നല്ലൊരു മനുഷ്യ സ്നേഹിയായ അദ്ദേഹത്തെപ്പറ്റി നട്ടാനിറക്കാത്ത കള്ളം പറഞ്ഞ് ഒരു ചാനലിൽ ആളാവാൻ വേണ്ടി വിടുവായത്രം പറഞ്ഞ് ഈ ടിനി ടോമിനെതിരെ സിനിമാ രംഗത്ത് നിന്ന് എത്ര പേര് ശബ്ദിച്ചു? ഞാൻ പറഞ്ഞു, ഭാഗ്യലക്ഷ്മി പറഞ്ഞു, ആലപ്പിയഷ്ടം പോലെ 2-3 ബാക്കി എത്ര പേര് പറഞ്ഞു? പ്രേം നസീറിൻ്റെ വായ്പകൾ കിട്ടിയിട്ടുള്ള പലരും എല്ലാ വർഷവും പ്രേം നസീർ അനുസ്മരണത്തിന് വന്ന് അദ്ദേഹത്തിൻ്റെ സ്വഭാവ സർട്ടിഫിക്കറ്റ് ഇങ്ങനെ വീണ്ടും വീണ്ടും കൊടുക്കുന്നുണ്ടല്ലോ, സ്വഭാവ സർട്ടിഫിക്കറ്റ് റിന്യൂ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത്രയും ഒരു നല്ല മനുഷ്യനില്ല, നസീർ സാർ നസീർ സാർ. ഈ നസീർ സാർ എന്ന് വിളിച്ച് എത്ര എണ്ണം പുള്ളിക്ക് വേണ്ടി ശബ്ദിച്ചു? ഈ അമ്മ സംഘടനയിൽ എത്ര പേര് ഈ വിടുവായ പറയുന്ന ടിനി ടോമിനെതിരായിട്ട് അയാൾക്കെതിരെ നടപടിയെടുക്കണമെന്ന് എത്ര പേര് പറഞ്ഞു? താങ്കൾ പറ. പ്രേം നസീർ ഫൗണ്ടേഷനിൽ ഈ പറയുന്ന ടിനി ടോം പോയി മാപ്പ് പറഞ്ഞത് ഈ അൻസിബയും കൂടി ചേർന്നിട്ടാണ്. സുരേഷ് കുമാറിൻ്റെ നേതൃത്വത്തിൽ വിളിച്ച് പറഞ്ഞ് അവരുടെ അടുത്ത് പോയി ടിനി ടോം പോയി മാപ്പ് പറഞ്ഞു. അതുകൊണ്ട് തീരുന്നതാണോ? ഈ നസീർ സാറിനെ പറ്റി വാതോരാതെ സംസാരിക്കുന്ന പലരും നസീർ സാറിന് വേണ്ടി അവിടെ ശബ്ദമുയർത്തിയോ? ഇവനെപ്പോലുള്ളവരെ അപ്പം പിടിച്ച് മാറ്റണ്ടേ? അങ്ങനെ ഓരോ ഇഷ്യൂസിൽ ഒരു എക്സൈസിൻ്റെ ഒരു പരിപാടിക്ക് പോയിട്ട് ഒരു സഹപ്രവർത്തകൻ കഞ്ചാവ് അടിച്ചവർ പല്ലു കഴിയുന്നവനാണ്. ഞാൻ ആകെ തകർന്നു പോയി. ആ സഹപ്രവർത്തകൻ്റെ പേര് ഇതുവരെ പറഞ്ഞിട്ടുണ്ടോ? എത്ര പേരെ സംശയത്തിൻ്റെ മുൻമുനയിൽ നിർത്തി? അങ്ങനെ ഇത്രയും ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റായിട്ട് അൻസിബേക്കരി ജിഹാദി എന്നും അങ്ങനെ വർഗീയപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുത്തനൊക്കെ അതിനകത്ത് ഇരിക്കണമെന്നുള്ളത് ആ സംഘടന തീരുമാനിക്കണം. ഇനി ഞാൻ പറയാൻ പോകുന്നൊരു പ്രധാനപ്പെട്ട കാര്യം, വ്യവസായമായിട്ട് സിനിമയെ വ്യവസായമായിട്ട് ഗവൺമെൻറ് പ്രഖ്യാപിച്ചു.
സലീം കുമാറിൻ്റെ വേണ്ടി ഒരു കോടി രൂപയുടെ സ്മാരകം. ആ സ്മാരകം പക്ഷി കാഷ്ടിക്കുന്ന പ്രതിമയാവരുന്ന് മാത്രമേ നമുക്കുള്ളൂ. ഒരു ഡയാലിസിസ് സെൻ്റർ ആവാം, അല്ലെങ്കിൽ ഒരു ഫിലിം ക്ലബ്ബ് ആവാം, അല്ലെങ്കിൽ ലൈബ്രറി ആവാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ജനപ്രദമായ പല കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ പേരിൽ അനശ്വരമായിരിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ആ പേരെന്നും നശിക്കാതെ അനശ്വരമായിരിക്കും. എൻ്റെ ഒരൊറ്റ ചോദ്യമുള്ളൂ, ഞാനത് ആവശ്യപ്പെടുകയും ചെയ്തു ഫേസ്ബുക്കിലൂടെ. ഫിലിം സിറ്റി കൊച്ചിയിൽ വരുന്നു, ചിത്രാനഗർ, എന്തുകൊണ്ട് പ്രേം നസീറിൻ്റെ പേര് അതിനിട്ടുകൂടാ? ഈ പ്രേം നസീറിന് എല്ലാ വർഷവും എല്ലാവരും പോയിട്ട് പ്രേം നസീറിന് സ്വഭാവ സർട്ടിഫിക്കറ്റ് ഭയങ്കരമായിട്ട് റിന്യൂ ചെയ്ത് കൊടുക്കുന്നുണ്ടല്ലോ. എന്തുകൊണ്ട് ആ കലാകാരനെ ഇതുവരെ, ഇപ്പോൾ UDF സർക്കാരാണ്, UDF സർക്കാരിന് ഏറ്റവും കൂടുതൽ കമ്മിറ്റ്മെൻറ്റ് ഉണ്ടാവേണ്ട വ്യക്തിയും ശ്രീ പ്രേം നസീറാണ്, അതായത് കോൺഗ്രസ്സുകാരനാണ്. ഞാൻ അതുകൊണ്ട് പറയല്ല. അതിനൊക്കെ അതീതമായിട്ട് ശ്രീ പ്രേം നസീറിനോട് മലയാള സിനിമ എന്ത് ചെയ്തു? ആ നസീർ സാറിനെയാണ് ഇവൻ കുറ്റം പറഞ്ഞിരിക്കുന്നത്. ഇതിനെ ഞാൻ എതിർത്തതെന്ന് പറഞ്ഞാൽ തെറ്റുണ്ടോ? ഈ ടിനി ടോമിനൊക്കെ സപ്പോർട്ട് കിട്ടുന്നത് സിനിമാ മേഖലയിലെ ഏത് ശക്തികളുടെ മിമിക്രി കലാകാരന്മാർ കുറേ പേര് അമ്മയിലുണ്ട്. അവരുടെ ഭാഗത്തു നിന്നാണ് ഈ സപ്പോർട്ട് ഇട്ടിരിക്കുന്നത്. ഇപ്പം മുഖ്യധാരയിലുള്ളവർ മിമിക്രി എന്നൊക്കെ വരുന്ന ഒരുപാട് പേരുണ്ട്. അവരുടെ ഒരാൾ ആയിക്കോട്ടെ, അവരെ ഞാൻ കുറ്റപ്പെടുന്നതല്ല. പക്ഷേ ഇത്രയും ഒരു അപ്സ്റ്റാർട്ട് ലെവലാണോ? മിമിക്രി തന്നെയുള്ള ഒരുപാട് പേരുണ്ടല്ലോ, ഒത്തിരി നല്ല ആളുകൾ അവിടെ. അമ്മയിൽ മെമ്പർമാരുണ്ടല്ലോ, വിനോദ് കടാമംഗലമുണ്ട്, അതുപോലെ തന്നെ വേറെ ഒത്തിരി പേരുണ്ട് ഈ മിമിക്രി എന്നൊക്കെ വന്നിരിക്കുന്ന എത്രയോ ആളുകളുണ്ട്. പ്രചോദുണ്ട്. അപ്പോൾ ഒരുപാട് നല്ല കഴിവുള്ള മിമിക്രി കലാകാരന്മാർ അതിനകത്തോട്ടല്ലോ. അവരെ ആരെങ്കിലും പ്രൊമോട്ട് ചെയ്തിട്ട് ഇവരെങ്ങനെ പ്രൊമോട്ട് ചെയ്യേണ്ട കാര്യമുണ്ടോ? അതാണ് ഇത്തരം ആളുകളാണ് ഈ സംഘടനയ്ക്ക് എന്നും ശാപം. സംഘടനയ്ക്ക് മാത്രമല്ല, ഒരു സാമൂഹിക വിപത്താണ്, സമൂഹത്തിന് തന്നെ ഒരു ശാപമാണ്. എന്ത് തരം സന്ദേശമാണ് ഇതുപോലുള്ള ആളുകൾ സമൂഹത്തിന് കൊടുക്കുന്നത്? ഇപ്പോൾ ഇതിനെതിരായിട്ടൊക്കെ നമ്മൾ ശബ്ദിക്കും, അത്രേ ഉള്ളൂ. നേരത്തെ താങ്കൾ പറഞ്ഞതുപോലെ കൈനീട്ടം കൊടുക്കുന്നുണ്ട്, വൈദ്യസഹായം കൊടുക്കുന്നുണ്ട്, അങ്ങനെ ജീവകാരുണ്യ മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. നമുക്കറിയാം, സിനിമയാണ്, സ്ഥിര വരുമാനം ഉണ്ടാകണമെന്നില്ല, ചിലപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം കഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. ആ നന്മയുടെ എല്ലാം ഗ്ലോറി ഈ വിവാദങ്ങൾ കളഞ്ഞില്ലേ? അല്ല, അത് അവരല്ലേ ചിന്തിക്കണ്ടേ, ആ സംഘടനയിലുള്ളവരല്ലേ ചിന്തിക്കണ്ടേ. അപ്പോൾ ആ ഗ്ലോറി, താങ്കൾ പറഞ്ഞ ചോദ്യം വളരെ പ്രസക്തമായ ചോദ്യമാണ്. ആ ഗ്ലോറി കളഞ്ഞു എന്ന് ഉത്തമ ബോധ്യം ജനറൽ ബോഡിയിലെ ഭൂരിഭാഗം അംഗങ്ങൾക്കും ഉള്ളതുകൊണ്ടാണല്ലോ ഇവരെല്ലാവരും ഭാര്യയുടെ എണ്ണം കൂടി ഇറങ്ങിപ്പോണ്ടി വന്നത്. അതാണ് ഞാൻ പറഞ്ഞ അവിടെ ഒരു ജനാധിപത്യം ഉണ്ടെന്ന്. ഇപ്പോൾ രമേശ് പിഷാരടി MLA ആണ്. അപ്പോൾ അങ്ങനെ ഒരു അഡ്വോക്കേറ്റ് കമ്മിറ്റി വരുന്നു. അമ്മയിൽ വലിയ മാറ്റങ്ങൾ താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? അല്ല, അങ്ങനെയല്ല. ഇതുപോലെയുള്ള പ്രവണതകൾ ഉണ്ടാവില്ല എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. എന്താണ് അതിൻ്റെ ഒരു കോൺഫിഡൻസിൻ്റെ പ്രധാനപ്പെട്ട കോൺഫിഡൻസിൻ്റെ കുറവെന്നുള്ളത്, സംഘടനാപരമായിട്ട് ഈ ജനറൽ സെക്രട്ടറി കുക്കുനൊന്നും അറിയത്തില്ല. സോറി ടു സേ ദാറ്റ്, ഒന്നും അറിയത്തില്ല. ഒരു സംഘടനയെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളത് ഇതിനു മുമ്പുള്ള ജനറൽ സെക്രട്ടറിമാരുടെ വേണ്ട ഇടവേള ബാബുവായിട്ട് ഡിസ്കസ് ചെയ്യാമല്ലോ. അങ്ങനെയല്ലേ ഇപ്പം ഞാൻ പറയട്ടെ, കേരളത്തിലെ ഭരിക്കാൻ വരുന്ന പല മന്ത്രിമാരും, പുതുതായിട്ട് വരുന്ന മന്ത്രിമാർ, അവരിതൊക്കെ മറ്റുള്ളവരോട് ചോദിച്ച് മനസ്സിലാക്കില്ലേ? ഇല്ലേ? ഞാനങ്ങനെ മനസ്സിലാക്കിയിരിക്കും. ഞാൻ പൊളിറ്റിക്സിലുണ്ടായിരുന്നതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും തനിക്ക് അറിവില്ലാത്തൊരു കാര്യത്തെപ്പറ്റി അത് പഠിക്കാനുള്ളൊരു മനസ്സ് വേണം. അതില്ലാതെ പോയതിൻ്റെയൊക്കെ കുഴപ്പമായിരുന്നു. സംഘടനാപരമായ ഒരുപാട് പാളിച്ചകളുണ്ടായിട്ടുണ്ട്. ഇനി അല്പം സാമൂഹ്യ വിഷയങ്ങളിലേക്ക് എത്താം. പുതിയ സർക്കാർ വന്നു, സിനിമയെ ഒരു വ്യവസായമായി പ്രഖ്യാപിച്ചു. ഈ സംഭാഷണത്തിൻ്റെ ഘട്ടത്തിൽ താങ്കളത് പറയുകയും ചെയ്തു. ഈ പുതിയ സർക്കാരിൻ്റെ സാംസ്കാരിക നയത്തെക്കുറിച്ച് അങ്ങേക്ക് എന്താണ് പറയാൻ? ഇതുവരെ നല്ലതാണ്. കോൺക്ലേവുകൾ നടത്തി വെറുതെ സമയം കളഞ്ഞ് ഖജനാവ് കാലിയാക്കാതെ, എന്നെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ക്രിയാത്മകമായ കാര്യങ്ങൾ, അതിപ്പോൾ നമ്മൾ ഇതിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, വ്യവസായിയുടെ ഒരുപാട് വൈദഗ്ധ്യങ്ങളുണ്ടാവാം. എന്നിരുന്നാൽ പോലും പുതിയ സംരംഭകർ വരാം. സിനിമ ഒരു ഇൻഡസ്ട്രി ആകുമ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് ബാങ്ക് ലോൺ ഉൾപ്പെടെയുള്ള കാര്യം, തൊഴിൽ സംരക്ഷണം കൂടുതൽ കിട്ടും, സുതാര്യത ഉണ്ടാവും. അങ്ങനെ വരുമ്പോഴുള്ള ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് പറഞ്ഞാൽ, ഭാര്യയുടെ കെട്ടുതാലി പണയം വെച്ച് വീടിൻ്റെ ആധാരവും അടിയാധാരവുമായിട്ട് മാർവാടികളുടെ വാതിൽക്കൽ ചെന്നൈയിൽ പോയി നിൽക്കേണ്ട ഗതികേട് ഒരു പ്രൊഡ്യൂസറിനും ഉണ്ടാവില്ല. അതാണ് ഞാൻ കാണുന്ന ഏറ്റവും വലിയ കാര്യം. ഒരു ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടാവും. സ്വാഭാവികമായിട്ടും ഒരു സിനിമ നിർമ്മിക്കുമ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അതോടൊപ്പം തന്നെ ഈ പറയുന്ന ബാങ്കുകളുടെ ഭാഗത്തു നിന്നുമൊക്കെ ഒരു സപ്പോർട്ട് ഉണ്ടാവാം. കൊള്ളപ്പലിശ കൊടുക്കാതെ ഒരു പ്രൊഡ്യൂസർക്ക് നിലനിൽക്കാൻ പറ്റും. അതാണ്. പിന്നെ ചിത്രാഞ്ജലി, ഞാൻ KSFDCയുടെ ഡയറക്ടർ ബോർഡ് മെമ്പറായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. അത് പൊളിറ്റിക്കൽ നോമിനേഷനല്ല, ഷാജീൻ കരുൺ സാർ പറഞ്ഞിട്ട് വസന്ത് സാർ എന്നെ ആക്കിയതാണ്. അപ്പോൾ അവിടെ കണ്ട ഒരു പ്രസിഡന്റ്, ചിത്രാഞ്ജലിയുടെ അവസാന കാലഘട്ടത്തിൽ ശ്രീ K. മധു വന്ന ശേഷം വിപ്ലവകരമായ മാറ്റം നടന്നിട്ടുണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല. അത് കുറച്ചുകൂടി ഒന്ന് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയുള്ളൊരു ശ്രമം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഈ ഘട്ടത്തിൽ സംസാരിക്കുമ്പോൾ ഒരു ഇടതുപക്ഷ അനുഭാവമായിരുന്നു താങ്കളുടെ എല്ലാ കാലത്തും താങ്കൾ മുന്നോട്ട് വെക്കുകയൊക്കെ ചെയ്തത്.
ഒരു കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് കോൺക്ലേവുകൾ മാത്രമായി സിനിമാ മേഖലയുടെ ഉന്നമന ശ്രമങ്ങൾ ചുരുങ്ങിപ്പോയി എന്നൊരു അഭിപ്രായമുണ്ടോ? ഉറപ്പായിട്ടുണ്ട്. കാരണം ഈ കോൺക്ലേവുകൾ കൊണ്ട് പ്രത്യേകിച്ച് ഒരു മെച്ചവും സിനിമയ്ക്കുണ്ടായിട്ടില്ല. അത് ആരുടെ തലയിൽ ഉദിച്ച ഇതാണെന്നും എനിക്കറിയത്തില്ല. അതൊരു ഉട്ടോപ്യൻ ആശയമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്തുകൊണ്ടാണ് ഈ കോൺക്ലേവുകളിലൊന്നും ഒരുപാട് നല്ല ചർച്ചകൾ നടന്നു കാണും. അതിനപ്പുറത്തേക്ക് എന്താണ് സംഭവിച്ചിരിക്കുന്നത്? അപ്പോൾ സർക്കാരിനൊരു സാംസ്കാരിക നയം വേണം. ഇപ്പോൾ ഈ ഇടതുപക്ഷം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ ഒരു വിങ്ങിൻ്റെ ആളായിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ് താങ്കൾ സൂചിപ്പിക്കുന്നത്. ഈ നെഹ്റുവിൻ ആദർശങ്ങൾ പിന്തുടർന്ന ആരും, സോഷ്യലിസ്റ്റ് ചിന്താഗതികളുള്ള ആളും, മതനിരപേക്ഷ ഉയർത്തിപ്പിടിക്കുന്ന ആർക്കും ഇടതുപക്ഷമാണ്. വലതുപക്ഷം എന്ന് പറയുന്ന ഫാസിസ്റ്റ് ശക്തികളാണ് എന്നും എക്കാലത്തും. അതുകൊണ്ടാണ് ഇവിടെ ഒരു ഇന്ത്യ മുന്നണിയൊക്കെ ഉണ്ടായത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പുതിയ സർക്കാരിൻ്റെ സാംസ്കാരിക നയത്തിൽ പ്രത്യാശയുണ്ട്. അത് എത്രമാത്രം പ്രാവർത്തികമാവും നമുക്കറിയില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സജീവ രാഷ്ട്രീയത്തിലേക്ക് കൂടി ശ്രീ എം എ നിഷാദിന് താല്പര്യങ്ങളുണ്ടായിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത്. പൂർണ്ണമായും ഉപേക്ഷിച്ചോ? രാഷ്ട്രീയം എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. അതങ്ങനെ ഉപേക്ഷിച്ചൊന്നുമില്ല. ഞാൻ CPIയുമായിട്ടുള്ള ബന്ധം പൂർണ്ണമായി ഉപേക്ഷിച്ചു. അതിന് പല കാരണങ്ങളുണ്ട്. കാരണം താങ്കൾക്കറിയാം, പുനലൂർ എൻ്റെ പ്രവർത്തന മണ്ഡലം പുനലൂരായിരുന്നു. ഏകദേശം 8 വർഷത്തോളം ബ്രാഞ്ചിൽ മാത്രമായിട്ട് എന്നെ ഒതുക്കിയ ഒരു മഹത്തായ പ്രസ്ഥാനമാണ് CPI. എനിക്ക് കഴിവില്ല, അതുകൊണ്ടായിരിക്കാം. അപ്പോൾ അവിടെ ഡെപ്പോട്ടിസം എന്താണെന്ന് ഞാൻ പഠിച്ചത് CPI ചെന്ന ശേഷമാണ്. ഈ കോൺഗ്രസിനെയും മുസ്ലിം ലീഗിനെയൊക്കെ മക്കൾ രാഷ്ട്രീയം എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുമല്ലോ. പക്ഷേ അതിനേക്കാളും 10 ഇരട്ടി ഈ ബന്ധു നിയമനം ഏറ്റവും കൂടുതലുള്ളത് CPIയിലാണ്. ഒരു വീട്ടിലേക്ക് 5ഓ 6ഓ തവണയൊക്കെയാണ് MLA സ്ഥാനം പോകുന്നത്. ഞാനിപ്പോൾ ആരുടെയും പേരെടുത്ത് പറയുന്നൊന്നുമില്ല. അപ്പോൾ ഒരു ND ബൽറാം ഉൾപ്പെടെ PKV, അതുപോലെ C അച്യുതമേനോൻ, CK ചന്ദ്രപ്പൻ, അങ്ങനെ പ്രതിഭാധനരായിട്ടുള്ള പല നേതാക്കന്മാരും ഉണ്ടായിരുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ന് ആരുടെ കയ്യിലാണെന്ന് നമുക്ക് കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു കോക്കസിൻ്റെ പിടിയിലായിപ്പോയി CPI. അഭിജിത്ത് ഞാനുമായിട്ട് വർഷങ്ങളായിട്ടുള്ള ബന്ധമുണ്ട്. ഞാൻ പുനലൂരിലെ എൻ്റെ പ്രവർത്തന മണ്ഡലം എന്താണെന്നും ഞാൻ ഒരു അംശം പോലും പാർട്ടിക്കെതിരായിട്ട് എന്നെ അപമാനിച്ചപ്പോൾ പോലും ഞാൻ തിരിച്ചു വേണ്ടിയിട്ടില്ല. താങ്കൾക്കറിയാമല്ലോ. ഇപ്പം ഞാൻ എന്താ പറയുന്നത്, എനിക്ക് എപ്പോഴെങ്കിലും പറഞ്ഞല്ലേ പറ്റൂ. ഒന്നത്. 2, 8 വർഷത്തിൽ കൂടുതൽ ഒരാൾ ബ്രാഞ്ചിൽ തന്നെ ഇരിക്കണോ? ഞാൻ അത്ര വലിയ ആളൊന്നുമല്ല. പക്ഷെ ഞാൻ 2001 UDFൻ്റെ കാൻഡിഡേറ്റായിട്ട് അസംബ്ലി മത്സരിച്ച ആളാണ്. 2 തവണ എൻ്റെ പേര് സഖാക്കൾ പുനലൂർ മണ്ഡലം കമ്മിറ്റി പറഞ്ഞപ്പോൾ ആ മണ്ഡലം കമ്മിറ്റിയിൽ ആ പറഞ്ഞ സഖാക്കളെ ഒതുക്കാനും അവരെ ആക്ഷേപിക്കാനുമാണ് അവിടുത്തുള്ളൊരു തീരുമാനിച്ചത്. അതിലൊരാൾ അവിടെ കൗൺസിലറായിട്ടും വൈസ് ചെയർമാനൊക്കെ ആയിട്ട് ജയിച്ച ആളാണ്. അയാളുടെ തിരഞ്ഞെടുപ്പിൽ വീടാന്തരം എന്നെയും കൊണ്ട് കയറിയ ആളാണെന്ന് ആലോചിക്കണം. പിന്നെ കഴിവൊന്നുമില്ല, ബ്രാഞ്ചിലിരിക്കാനുള്ള കഴിവേ ഉള്ളൂ. എങ്കിലും ഇത് കഴിഞ്ഞിട്ട് വിജയിച്ച് കഴിഞ്ഞ് അയാൾ അഴിമതി കേസിൽ പോലും അയാൾ കയറിയിട്ട് അഴിമതി വരും പറഞ്ഞു. അപ്പം അത്തരം ആളുകളുടെ ഒരു കൂട്ടമായി CPI മാറി എന്നുള്ളത് വളരെ സത്യം തന്നെയാണ്. പിന്നെ കഴിഞ്ഞ തവണ 10-17 സഖാക്കൾ എൻ്റെ പേര് പറഞ്ഞു. ജില്ലാ കമ്മിറ്റിയിലേക്ക് എൻ്റെ പേര് പോയി. ആ ജില്ലാ കമ്മിറ്റിയിൽ പോയി കഴിഞ്ഞപ്പോൾ അവിടെയുള്ളൊരു സീനിയറായിട്ടുള്ളൊരു നേതാവ് പറഞ്ഞത് വളരെ രസകരമായ കാര്യമാണ്. അതിവിടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല, എൻ്റെ സംസ്കാരം അതിനെ അനുവദിക്കുന്നില്ല. എന്തായാലും എം എ നിഷാദിനെയും ചടയമംഗലത്തിൽ മുസ്തഫയെയും CPI ഒതുക്കി. കൂടുതൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ അതെന്തെങ്കിലും ആയിക്കോട്ടെ. ഇത് കഴിഞ്ഞിട്ട് മെമ്പർഷിപ്പ് പോലും പുതുക്കി തന്നില്ല. എന്താ കാര്യം? എൻ്റെ പേര് കുറച്ചൊരു സഹാക്കൾ, എനിക്കെന്താ യോഗ്യത കുറവുണ്ടോ? 8 വർഷം ബ്രാഞ്ച് കമ്മിറ്റിയിൽ മാത്രം ഒതുക്കപ്പെട്ട എന്നെ മണ്ഡലം കമ്മിറ്റി വന്നപ്പം പുനലൂർ നിയമസഭാ മണ്ഡലത്തിലേക്ക് എന്നെപ്പോലൊരാളെ പരിഗണിക്കണമെന്ന് സഖാക്കൾ പറഞ്ഞപ്പോൾ അതുകൊണ്ട് മാത്രം എനിക്ക് മെമ്പർഷിപ്പ് പുതുക്കി തരാത്തൊരു പാർട്ടിയായിട്ട് എനിക്ക് എന്ത് കമ്മിറ്റ്മെൻറ്റാണ് ഉള്ളത്? ഈ രാഷ്ട്രീയം താങ്കളുടെ ജീവിതത്തിൻ്റെ ഭാഗമാണെന്ന് താങ്കൾ നേരത്തെ പറഞ്ഞു. അതുകൊണ്ട് തന്നെ മറ്റൊരു രാഷ്ട്രീയ സംവിധാനത്തിൻ്റെ ഭാഗമായി താങ്കളെ പ്രതീക്ഷിക്കാവോ? അല്ല, രാഷ്ട്രീയം നമുക്ക് പറയാൻ പറ്റത്തില്ല എപ്പോൾ വരുമെന്നാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. എന്തായാലും ഒരു വർഗീയ പ്രസ്ഥാനത്തിൻ്റെ കൂടെ ഞാൻ ഉണ്ടാവില്ല. സിനിമയിലേക്ക് വരാം. പുതിയ സിനിമാ പ്രോജക്റ്റിൻ്റെ വിശേഷങ്ങൾ. ലർക്ക് ഞാൻ ഏറ്റവും വളരെ കാലിക പ്രാധാന്യമുള്ള വിഷയമാണ്. ലർക്ക് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് ടൈറ്റിലാണ്. പതിയിരിക്കുക എന്നാണ് അർത്ഥം. അതൊരു മാൻ അനിമൽ കോൺഫ്ലിക്റ്റാണ്. മലയാളത്തിൽ ആദ്യമായിട്ട് വന്നിരിക്കുകയാണ്. ഏറ്റവും കാലികമായ വിധിയാണ്. വനവാസ മേഖലകൾ അല്ലെങ്കിൽ ആ മേഖലയിൽ ജീവിക്കുന്ന ജനങ്ങളുടെ ഇടയിലേക്ക് വന്യമൃഗങ്ങൾ കയറുന്നത്. വന്യമൃഗങ്ങൾ അവിടെ മാത്രമല്ല, തീരദേശത്ത് വരെ വന്നെന്നാണ് ഇപ്പോൾ പറയുന്നത്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് അഡ്രസ്സ് ചെയ്യേണ്ട ഒരു വിഷയമാണ്. അതിലൊരു കൊമേഴ്ഷ്യൽ ആംഗിളിൽ തന്നെ പോയിരിക്കുന്നത്. ഏകദേശം 10ഓളം ഫെസ്റ്റിവലിൽ പോയി. ജൂലൈ 24 റിലീസാണ്. കേരളത്തിലെ തിയേറ്ററിൽ റിലീസാണ്. സൈജു കുറുപ്പ്, അജു വർഗീസ്,
പ്രശാന്ത് അലക്സാണ്ടർ, അനുമോൾ മഞ്ജു പിള്ള, TG രവി, ജാഫർ ഇടുക്കി, അങ്ങനെ ഒരു അറേ ഓഫ് ആക്ടേഴ്സ്, സുധീർ കരമന, ഒരുപാട് ആക്ടേഴ്സ് ആ സിനിമയിലുണ്ട്. എന്നോട് സാർ ഞാനും അതിൽ പ്രധാനപ്പെട്ട ഒരു വേഷം ചെയ്യുന്നുണ്ട്. ഹൂ ഇസ് ദ റിയൽ പ്രൊഡക്റ്റർ എന്നുള്ളൊരു ക്വസ്റ്റ്യനും കൂടി നമ്മൾ ഒരു ക്വസ്റ്റ്യൻ അറൈസ് ചെയ്യുന്നുണ്ട്. ഇത് പിന്നെ ഏറ്റവും പ്രാധാന്യത്തോടു കൂടി തന്നെ മേക്ക് ചെയ്യാൻ തീരുമാനിച്ചുകൊണ്ട് 10 ഫെസ്റ്റിവലിൽ പോയി. അതിൽ ശ്രീലങ്കയും കർണാടകത്തിലും ബെസ്റ്റ് ആക്ടർ ഞാനായിരുന്നു. മധ്യപ്രദേശ് ഫെസ്റ്റിവലിൽ മികച്ച സപ്പോർട്ടിംഗ് ആക്ടർ TG രവിചേട്ടനായിരുന്നു. പിന്നെ അതിൻ്റെ എഡിറ്റർ വിപിന് ഒരു അവാർഡ് ലഭിച്ചു, ഓഡിയോഗ്രാഫിക്ക് ചെയ്തു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതൊരു ടോക്ക് ഓഫ് ദ ടൗൺ ആവും എന്നുള്ളൊരു പ്രതീക്ഷയിൽ ഞാൻ സത്യസന്ധമായി മേക്ക് ചെയ്ത സിനിമയാണ്. എന്തായാലും സ്ത്രീപക്ഷ സിനിമയും കൂടിയാണ്, സ്ത്രീകൾക്ക് ഇമ്പോർട്ടൻസ് ഉള്ള സിനിമയാണ്. എന്തായാലും അങ്ങയുടെ മുന്നോട്ടുള്ള സിനിമ മേഖലയിലെ പ്രവർത്തനങ്ങൾക്കും അതോടൊപ്പം തന്നെ രാഷ്ട്രീയ സാമൂഹിക വിഷയങ്ങളിലെ ഇടപെടലുകൾക്കും തുടർച്ചയുണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഈ സമയം അനുവദിച്ചതിന് വളരെയധികം നന്ദി. താങ്ക് യു.